സ്വർണ്ണവില പിടിവിട്ട് കുതിക്കുമ്പോഴും ജ്വല്ലറികളിൽ വാങ്ങാനും വിൽക്കാനും ആളുകൾ ഒഴുകിയെത്തുന്നു. വില ഇനിയും കൂടുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. എന്നാൽ ഇത് തന്നെയാണോ വാങ്ങാനുള്ള ശരിയായ സമയമെന്ന സംശയം ആളുകളിലുണ്ട്. സ്വർണ്ണവില പിടിവിട്ട് പറക്കുമ്പോഴും വാങ്ങാനെത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവൊന്നും ഇതുവരെയും സംഭവിക്കുന്നില്ല. ഇന്ത്യയിൽ എന്നല്ല, ലോകത്തെ എല്ലാ വിപണികളിലും ഇതുതന്നെയാണ് സാഹചര്യവും. ലോകത്തിലെ പ്രധാന സ്വർണ്ണ വിപണികളിലൊന്നായിട്ടുള്ള ചൈനയിൽ സ്വർണ്ണ വിൽപ്പന തകൃതിയായി തന്നെ നടക്കുകയാണ്. വില ഇനിയും കൂടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും സ്വർണം വാങ്ങിക്കൂട്ടുന്നതും. ഈ ആഴ്ച സ്വർണ്ണവില എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിൽ എത്തിയതോടെ ഷാങ്ഹായിലും ഹോങ്കോങ്ങിലുമൊക്കെ സ്വർണം വിൽക്കുന്ന കടകളിൽ ഉപയോക്താക്കൾ തിരക്ക് കൂട്ടുകയാണ്. വില ഇനിയും ഉയരുമെന്ന് തന്നെയാണ് പറയുന്നതും. സ്വർണത്തെക്കുറിച്ചുള്ള അവബോധം ദീർഘകാല പ്രവണതയായതിനാൽ ഇപ്പോഴും ധാരാളം ആളുകൾ ഇത് വാങ്ങുന്നുണ്ട് എന്നാണ് സ്വർണ്ണ വിൽപ്പനക്കാരൊക്കെ സൂചിപ്പിക്കുന്നത്. 1980കളിൽ വെറും 20 യുവാനിൽ കൂടുതലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ 1000-ലധികം യുവാനായി ഉയർന്നിട്ടുമുണ്ട്. കേരളത്തിലെ സ്ഥിതിയും ഇതുതന്നെയാണ്. 2025 62% വർധനവിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഔൺസിന് $5100 കവിഞ്ഞിരുന്നു. ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയുന്നതിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവിൽ പ്രക്ഷുബ്ധമായ ആദ്യ വർഷത്തിന് ശേഷം സുരക്ഷിതമായ ആസ്തി തേടുന്ന ഉപഭോക്താക്കളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡ് കുറയ്ക്കുന്നതിനും സെൻട്രൽ ബാങ്ക് വാങ്ങലുകളാണ് റെക്കോർഡ് ഭേദിക്കുന്ന കുതിപ്പിന് കാരണമായത്. ഉയർന്ന വില ഇപ്പോഴും ഡിമാൻഡിനെ ബാധിക്കുന്നുണ്ട്. നിക്ഷേപ ശൈലിയിലുള്ള ബാറുകളിലും നാണയങ്ങളിലും കൂടുതൽ താൽപ്പര്യമുണ്ടായിരുന്നിട്ടും ഉയർന്ന വിലകളും നികുതി പരിഷ്കാരങ്ങളും ആഭരണ ആവശ്യകതയെ ബാധിച്ചതിനാൽ ചൈനയിലെ മൊത്തവില സ്വർണ്ണ ആവശ്യം കഴിഞ്ഞ വർഷം 11% കുറഞ്ഞു. അതിനിടെ റെക്കോർഡ് വിലകൾ മറ്റുള്ളവരെ പണമാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. സ്വർണത്തിനും വെള്ളിയിലും വ്യാപാരം നടത്താനുള്ള അവസരത്തിനായി ചൊവ്വാഴ്ച ഡസൻ കണക്കിന് ആളുകൾ ഹോങ്കോങ്ങിലെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലെ ചോങ്കി സ്വർണ്ണക്കടയിൽ എത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. അനിശ്ചിതകാലങ്ങൾ ഈ കുതിച്ചുചാട്ടത്തിന് ഇന്ധനം നൽകുന്നത് തുടരുമെന്ന് തന്നെയാണ് വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നത്. കേരളത്തിൽ സ്ഥിതിയും ഇതുതന്നെയാണ്. ജ്വല്ലറികളിലേക്ക് ആളുകൾ സ്വർണം വിൽക്കാനായി കൂടുതൽ എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ സ്വർണം വിൽക്കുന്നത് ഇത് ശരിയായ സമയമാണോ എന്നുള്ളൊരു ചോദ്യവും ആളുകളിലുണ്ട്. എന്തുതന്നെയായാലും ജ്വല്ലറികൾ നിറയുകയാണ്. സ്വർണം വിൽക്കാനും വാങ്ങാനുമുള്ള തത്രപ്പാടിലാണ് ജനങ്ങൾ. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.